സവർക്കറെ അപമാനിച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ABVP പാലക്കാട് DO ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ്. തത്സമയം കളി ആരായിരുന്നു എന്നതാണ് ചോദ്യം. വിവരങ്ങളുമായി അരുൺ ചേരുന്നുണ്ട്. അരുൺ ആലത്തൂരാണ് ചേരുന്നത്. അരുൺ, VDS സവർക്കറെ അപമാനിച്ച സംഭവത്തിൽ സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ABVP പാലക്കാട് DO ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ്. എങ്ങനെയാണ് പ്രതിഷേധം പുരോഗമിക്കുന്നത്? എന്താണ് പ്രതിഷേധക്കാരുടെ ആവശ്യം? ബാരിക്കേഡുകൾക്ക് മുകളിൽ നിന്ന് പ്രതിഷേധിക്കാൻ ശ്രമിക്കുകയാണ് ABVP പ്രവർത്തകർ. VD സവർക്കറെ സർക്കാർ അപമാനിച്ച സംഭവത്തിലാണ് ഇപ്പോൾ വ്യാപകമായ പ്രതിഷേധമുയരുന്നത്. പാലക്കാട് DO ഓഫീസിലേക്കാണ് മാർച്ച്. അരുൺ ആലത്തൂരുണ്ട്. അരുൺ, എങ്ങനെയാണ് പ്രതിഷേധം പുരോഗമിക്കുന്നത്? എന്താണ് ABVPയുടെ ആവശ്യം? പ്രധാനമായിട്ടും നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള VD സവർക്കറെ അപമാനിച്ചുകൊണ്ടുണ്ടായിട്ടുള്ള ഓരോ നടപടികൾ, ആ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ABVP പാലക്കാട് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുന്നത്. കളക്ടറേറ്റിലെ DD ഓഫീസിലേക്കാണ് മാർച്ച് നടത്തുന്നത്. പ്രധാനമായിട്ടും ABVP പ്രവർത്തകർ പറയുന്നത് അധ്യാപകനെ, ഈ VD സവർക്കറുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ത്യാഗത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ആ ഒരു ചോദ്യപേപ്പർ തയ്യാറാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ആ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള നടപടി അത് യാതൊരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്നുള്ളതാണ് ABVP പറയുന്നത്. ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണെങ്കിലും അതല്ലെങ്കിൽ VD സതീശൻ ഉൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഭാഗത്താണെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുള്ള ആ വിഷയത്തിലുണ്ടായിട്ടുള്ള പ്രതികരണങ്ങൾ, പ്രസ്താവനകൾ അതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ ആവില്ല എന്നുള്ളതാണ് ABVP പറയുന്നത്. ഈ മുസ്ലിം ലീഗും ജമാഅത്ത് ഇസ്ലാമിയുടെ ഒക്കെ അജണ്ട നടപ്പാക്കാനാണ് പ്രധാനമായിട്ടും ഈ സർക്കാർ ശ്രമിക്കുന്നത്. അത് അംഗീകരിക്കാൻ കഴിയില്ല. VD സവർക്കർ എന്ന സ്വാതന്ത്ര്യ സമര സേനാനി, അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള പീഡനങ്ങൾ, ബ്രിട്ടീഷുകാരിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ള പീഡനങ്ങൾ മാത്രമല്ല, അദ്ദേഹത്തിന് ആൻഡമാനിലെ തടവറയിൽ ഉൾപ്പെടെ ആ ഏകാന്ത തടവ് ഉൾപ്പെടെ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ചരിത്രത്തിൽ VD സവർക്കർ എന്താണെന്ന് കൃത്യമായി പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടും അതിനെയൊക്കെ വളച്ചൊടിച്ചുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഈ ഇസ്ലാമിക തീവ്ര സംഘടനകളുടെ നിലപാടുകൾക്ക് ഒത്താശ ചെയ്യുന്ന നടപടി അത് സർക്കാർ സ്വീകരിക്കുമ്പോൾ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്നുള്ളത് തന്നെയാണ് ABVP പറയുന്നത്. ഏതായാലും ക്വിറ്റ് ഇന്ത്യ സമരം ഒറ്റിക്കൊടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അതുപോലെ തന്നെ ഭാരതത്തെ വിഭജിച്ചതിൻ്റെ, ഭാരതത്തിൻ്റെ ചരിത്രത്തെ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് അതിന് പോസ്റ്ററുകളൊക്കെ ഏന്തിക്കൊണ്ടാണ് ഈ പ്രതിഷേധത്തിൻ്റെ പ്രധാന ബാനറിൽ തന്നെ എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും. പാണക്കാട് നിന്ന് അടിച്ചിറക്കുന്നതല്ല ഭാരതത്തിൻ്റെ ചരിത്രം, ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള VD സവർക്കറുടെ സ്ഥാനം എന്ന് പറയുന്നത് അത് അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള പീഡനങ്ങളും മറ്റുമൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് തന്നെയാണ്. അത് പറഞ്ഞുകൊണ്ട് മാത്രമല്ല, അദ്ദേഹം സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നമുക്കറിയാം, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിര
ഗാന്ധി, ആ ഇന്ദിരാഗാന്ധി കൃത്യമായിട്ട് തന്നെ ഭാരതത്തിന്റെ മഹാനായ പുത്രനാണെന്ന് വി ഡി സവർക്കറെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല വി ഡി സവർക്കറെ ആദരിച്ചുകൊണ്ട് സ്റ്റാമ്പ് ഉൾപ്പെടെ ഇറക്കിയത് ഇന്ദിരയുടെ കാലത്താണ്. അതിനുശേഷം പലതവണ AKG ഉൾപ്പെടെ വി ഡി സവർക്കറെ അദ്ദേഹത്തിന്റെ ആദരിക്കണമെന്നുള്ള ആവശ്യവുമായിട്ട് പാർലമെന്റിൽ അദ്ദേഹത്തിന് അനുകൂലിച്ച് വോട്ട് രേഖപ്പെടുത്തിയതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. അങ്ങനെ ചരിത്രത്തിൽ വലിയ രീതിയിൽ വി ഡി സവർക്കറുടെ പേര് തങ്കലിപികളിൽ തന്നെ എഴുതിയിരിക്കുമ്പോൾ അതിനെ തെറ്റായ രീതിയിൽ വി ഡി സവർക്കർ മാപ്പ് എഴുതി കൊടുത്തു എന്ന തരത്തിലൊക്കെ തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്ന ഇടത് വലത് മുന്നണികളുടെ നിലപാട്, അത് ഇസ്ലാമിക തീവ്രവാദികളുടെ നിലപാടിനെ ഒത്താശ ചെയ്യുന്ന സർക്കാർ നിലപാട്, അത് അംഗീകരിക്കാൻ ആവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ABVP പ്രതിഷേധം. ഏതായാലും ABVPയുടെ പ്രതിഷേധം ഇപ്പോൾ കളക്ടറേറ്റിന്റെ പ്രധാന കവാടത്തിൽ പോലീസ് തടഞ്ഞു. ഇതോടുകൂടി ABVP പ്രവർത്തകർ ഈ കവാടത്തിന് മുകളിൽ കയറി പ്രതിഷേധിച്ചു. ഇപ്പോൾ പ്രതിഷേധ ഉദ്ഘാടന പരിപാടിയിലേക്ക് കടക്കുകയാണ്. ഏറ്റവും സങ്കടകരമായ കാര്യം കൂടി നമ്മൾ വിദ്യാർത്ഥികളുടെ മുന്നിൽ ഞാൻ വെക്കുകയാണ്. ഇന്നത്തെ കുറച്ചു കാലം മുമ്പ്, കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നടക്കാനിരിക്കുന്ന ഒരു ക്വിസ് കോമ്പറ്റീഷന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ ഒരു അധ്യാപകൻ ഒരു ചോദ്യപേപ്പറിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. ചോദ്യം ഇതാണ്: സ്വാതന്ത്ര്യ സമരകാലത്ത് ഏറ്റവും കൂടുതൽ ജയിൽ ശിക്ഷ വിധിക്കപ്പെട്ട സ്വാതന്ത്ര്യ